സോറി സഞ്ജു, വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. സ്പോർട്സ് റിപ്പോർട്ടറിൽ ഏറ്റവും അധികം വന്ന വീഡിയോ സഞ്ജുവിനെ കുറിച്ചാവും. അത് താങ്കളോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടും ഒരു ഗുഡ് ഫാദറിൻ്റെയും സഹായമില്ലാതെ താങ്കളുടെ കഴിവ് കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിൽ ഇരിപ്പിടം ഉറപ്പിച്ചതും കൊണ്ട് മാത്രമാണ്. അത്രമാത്രം പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയുമാണ് സഞ്ജുവിൻ്റെ ഓരോ കളിയും കാണാനായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഇനിയും കാത്തിരിക്കുകയും ചെയ്യും. പക്ഷേ താങ്കളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീരീസാണിത്. ലോകകപ്പിന് തൊട്ടു മുമ്പ് അവസാന 2020 പരമ്പര. അതിനു മുമ്പ് ലോകകപ്പിലേക്ക് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി താങ്കളെ എടുക്കുന്നു. 100% അതിന് അർഹതയുമുണ്ട്. താങ്കളോളം അത്രത്തോളം തഴയപ്പെട്ട താരം അടുത്ത കാലത്തൊന്നും നമ്മുടെ ക്രിക്കറ്റിലില്ലല്ലോ. അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച് പിന്നെ ഒരിക്കൽ പോലും താങ്കളെ ആ ഫോർമാറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. 2020-ലാണെങ്കിൽ ഓപ്പണർ മുതൽ 7ാം നമ്പർ വരെ കളിപ്പിച്ചാണ് ക്ഷമയും കാലിബറും പരീക്ഷിച്ചത്. ഒരു പരിധിവരെ നിങ്ങളതെല്ലാം മറികടക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ BCCIക്ക് പ്രിയപ്പെട്ട ഗില്ലിനെ വെട്ടി സഞ്ജുവിനെ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു നമ്മളെല്ലാവരും. കഴിഞ്ഞ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജു പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. മെറിറ്റിൽ തന്നെ കയറി വന്നവനാ. അത് സഞ്ജു വിയർത്ത് ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ഒരു മത്സരം പോലും സഞ്ജുവിനെ കളിപ്പിച്ചില്ല. പിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ഇന്ത്യ കപ്പടിച്ചു. അഭിമാന നിമിഷം. പിന്നീട് സഞ്ജു പതിവ് പോലെ ഇടയ്ക്ക് വന്നും പോയുമൊക്കെയിരുന്നു. 3 സെഞ്ചുറി അടിച്ചു. ഏറ്റവും മികച്ച 2020 ബാറ്റർക്കുള്ള പുരസ്കാരവും നേടി. ഇത്തവണ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വന്ന് ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചു. ഇത്തവണത്തെ ഫോട്ടോയുടെ ക്യാപ്ഷൻ ആ പാട്ടിൻ്റെ തന്നെ അടുത്ത വരിയായിരുന്നു: അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. സത്യമല്ലേ? ആ കുപ്പായത്തിൻ്റെ നിറം മങ്ങില്ല. അത്രമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണത്. ലോകകപ്പിന് മുൻപുള്ള ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര സഞ്ജുവിൻ്റേതാകുമെന്ന് നമ്മളൊക്കെ ഉറപ്പിച്ചു. അതിലെ ആദ്യ 3 മത്സരങ്ങളിലും ഓപ്പണറുടെ റോളിൽ തന്നെ സഞ്ജു ഇറങ്ങി. പക്ഷേ സഞ്ജുവിന് താളം തെറ്റി. സമ്മർദ്ദത്തിൽ വീണു. ആദ്യ മത്സരത്തിൽ 10, 2ാം മത്സരത്തിൽ 6, നിർണായകമായ 3ാം മത്സരത്തിൽ 0. പുറത്തായതിനേക്കാൾ പുറത്തായ രീതിയാണ് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടത്. സോഫ്റ്റ് ഡിസ്മിസിലും മോശം ഷോട്ട് സെലക്ഷനും. ഗുവാഹത്തിയിലാകട്ടെ മാറ്റ് ഹെൻറിക്ക് വിക്കറ്റ് നൽകി മടങ്ങിയത് ഗോൾഡൻ ഡക്കായി. അതും മാറ്റ് ഹെൻറിയുടെ പന്തിൽ ക്ലീൻ ബൗൾഡ്. തലയും താഴ്ത്തി നിരാശയോടെ സഞ്ജു ഡഗൌട്ടിലേക്ക് മടങ്ങുമ്പോൾ സഞ്ജുവിനേക്കാൾ വിഷമവും ദേഷ്യവും സങ്കടവുമെല്ലാം നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ മത്സരവും നിരാശപ്പെടുത്തുമ്പോൾ സഞ്ജുവിൻ്റെ അവസാന 14 ഇന്നിങ്സിൽ ഒരു 50 പോലും ഇല്ല എന്നൊരു കണക്ക് കൂടി പറയാനുണ്ട്. ശരാശരി വെറും 17 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് 126. ഇനി സഞ്ജുവിന് പകരം വന്ന ഇഷാൻ കിഷനെ നോക്കൂ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കളിച്ച ഇഷാൻ ആദ്യ മത്സരം നിരാശപ്പെടുത്തി. പക്ഷേ 2ാം 2020-ൽ 32 പന്തിൽ 76 റൺസ് എടുത്തു. അതും സഞ്ജുവും അഭിഷേകും ഒറ്റയക്കത്തിന് പുറത്തായ മത്സരമായിട്ട് പോലും. 3ാം 20-ലും ഇഷാൻ ടോപ്പ് ഗിയറിലായിരുന്നു. 13 പന്തിൽ 28 റൺസ്. ഡോട്ടായ ആദ്യ പന്തിന് ശേഷം അതേ മാറ്റ് ഹെൻറിയെ 2 സിക്സറും ഒരു ബൗണ്ടറിയും പറത്തി ഇഷാൻ. സമ്മർദ്ദമൊക്കെ എത്ര കൂളായാണ് ഇഷാൻ ഹാൻഡിൽ ചെയ്തത്. സഞ്ജുവിന് പ്രശ്നമാകുന്നതും ആ സമ്മർദ്ദമാണ്. അത് മറികടന്നേ തീരൂ. തിലക് വർമ്മ റിഹാബ് കഴിഞ്ഞ് ഉടൻ തിരിച്ചു വരും. ശ്രേയസ് നിലവിൽ ഈ പരമ്പരയ്ക്കുള്ള ടീമിലുണ്ട്. ജയ്സ്വാളും ഋതുരാജുമൊക്കെ ഊഴം കാത്തിരിപ്പുണ്ട്. ഇനി അധികം ചാൻസ് പ്രതീക്ഷിക്കരുത്. ലോകകപ്പിന് മുൻപ് ശേഷിക്കുന്നത് 2 മത്സരങ്ങൾ മാത്രമാണ്. വിശാഖപട്ടണത്തും സഞ്ജുവിൻ്റെ സ്വന്തം തിരുവനന്തപുരത്തും. അതിൽ 2ലും സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്ന് പോലും ഉറപ്പില്ല നിലവിലെ സാഹചര്യത്തിൽ. ഇനി അഥവാ കളിപ്പിച്ചില്ലെങ്കിലും പഴയ പോലെ BCCIയുടെ പേജിലും മറ്റും പോയി ആരും പൊങ്കാലയിടുമെന്നും തോന്നുന്നില്ല. തുടർച്ചയായി അവസരം കിട്ടിയിട്ടും അത്രമാത്രം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സഞ്ജു നടത്തിയത്. പ്രിയപ്പെട്ട സഞ്ജു, ഇഷ്ടം കൊണ്ടാണ്. 2 അവസരങ്ങൾ, അത് സൂര്യയും ഗംഭീറും നിങ്ങൾക്ക് തരുമെന്ന് തന്നെ കരുതുന്നു. അതിൽ നിങ്ങൾ പൊരുതണം. ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയരണം. വിയർപ്പ് തുന്നിയിട്ട നിറങ്ങൾ മങ്ങാത്ത കുപ്പായം. അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും എന്ന് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയണം. കമോൺ സഞ്ജു.